ഹായ്, മസായി മാരയിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ സഫാരി ആരംഭിച്ചു. മസായി മാരയുടെ ചക്രവാളങ്ങൾ സൂര്യന്റെ ചുവന്ന രശ്മികളാൽ തിളങ്ങുന്നുണ്ടെങ്കിലും ഇരുട്ട് മാറി തുടങ്ങിയിട്ടില്ല. രാവിലെ നല്ല തണുപ്പുണ്ട്. അധികം പോകേണ്ടി വന്നില്ല. ഞങ്ങളുടെ വാഹനത്തിന് മുമ്പിലെ കാഴ്ച കണ്ടോ? വെട്ടമില്ലാത്തതിനാൽ വീഡിയോ അത്ര ക്ലിയർ അല്ല. സിംഹങ്ങളുടെ ഒരു പ്രൈഡ് മുഴുവനുണ്ട്. അടുത്ത് തന്നെ ഇപ്പോൾ ഒരു ഹണ്ടിങ് നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങളുടെ വാഹനത്തിന്റെ തൊട്ടരികിൽ ഈ കാഴ്ച കണ്ടത്. ഹണ്ടിങ് ഇപ്പോൾ നടന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ആൺസിംഹമാണ് ഒരു വിൽഡ് ബീസ്റ്റിനെ കൊന്നിട്ടിരിക്കുന്നത്. കൂടെ പെൺസിംഹങ്ങളെ ഒന്നും കാണാത്തതിനാൽ റൈഡിൽ നിന്നും വേർപിരിഞ്ഞ് നടക്കുന്ന സിംഹമാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി വെളിച്ചം വരുവാനായി ഞങ്ങൾ കാത്തുനിന്നു. വിൽബീസ്റ്റിനെ എവിടേക്കോ വലിച്ചുകൊണ്ടു പോകാനാണ് സിംഹത്തിന്റെ ശ്രമം. നല്ല വലിപ്പമുള്ള വിൽബീസ്റ്റ് ആണ്. അതിനെ വലിച്ചുകൊണ്ടു പോകാൻ സിംഹം നന്നേ പണിപ്പെടുന്നുണ്ട്. രണ്ട് കുറുക്കന്മാർ തക്കം പാത്ത് ചുറ്റി നടക്കുന്നുണ്ട്. ഹൈനകളെ പോലെ തട്ടിപ്പറിക്കുന്ന സ്വഭാവമൊന്നും ഇവർക്കില്ല. സിംഹങ്ങളൊക്കെ കഴിക്കുന്നതിൽ നിന്നും ചെറിയ കഷ്ണങ്ങളൊക്കെ വീണ് കിട്ടിയാൽ അവർക്ക് സന്തോഷമാണ്. ആഫ്രിക്കയിൽ സാധാരണയായി കാണുന്ന വശങ്ങളിൽ കറുത്ത വരെയുള്ള കുറുക്കന്മാരാണ് ഇവർ. സാധാരണയായി സിംഹക്കൂട്ടങ്ങളിൽ പെൺസിംഹങ്ങളാണ് വേട്ടയാടാറുള്ളത്. വേട്ടയാടിയ ഭക്ഷണം ആൺസിംഹങ്ങളാണ് ആദ്യം കഴിക്കാറുള്ളത്. എന്നാൽ ഈ ഒറ്റപ്പെട്ട് നടക്കുന്ന സിംഹത്തിന് അവന്റെ ഭക്ഷണം തന്നെത്താനെ കണ്ടുപിടിക്കണം. പല കാരണങ്ങളാൽ ആൺസിംഹങ്ങൾ പ്രൈഡിൽ നിന്നും അകന്നു കഴിയാറുണ്ട്. ചെറിയ സിംഹങ്ങൾ ലൈംഗിക പക്വത പ്രാപിക്കുമ്പോൾ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആൺസിംഹങ്ങളുടെ എതിരാളികളായി മാറുകയും അവയെ പ്രൈഡിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യാറുണ്ട്. ഇത് ഡോമിനന്റ് സിംഹത്തിന് ഇണചേരൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധി കൂടിയാണ്. പ്രൈഡിൽ നിന്ന് പുറത്തുപോയ ശേഷം ആൺസിംഹങ്ങൾ പലപ്പോഴും ഒറ്റയ്ക്ക് അലഞ്ഞു നടക്കുന്നു. ചിലപ്പോൾ ഒരു പുതിയ പ്രൈഡിനെ ഏറ്റെടുക്കാനുള്ള അവസരങ്ങൾ തേടി അവ വേറെ ആൺസിംഹങ്ങളുമായി ചേർന്ന് ബാച്ചിലർ ഗ്രൂപ്പുകൾ രൂപീകരിക്കാറുമുണ്ട്. സിംഹക്കൂട്ടത്തിൽ നിന്ന് പുറത്തുപോയ ശേഷം ഭക്ഷണം, ടെറിട്ടറി, ഇണചേരൽ അവസരങ്ങൾ തുടങ്ങിയവയൊക്കെ അവയ്ക്ക് വെല്ലുവിളികളാണ്. അവയുടെ ആയുസ്സും അതിജീവനവും ഈ വെല്ലുവിളികളുമായി പൊരുത്തപ്പെടാനും അവയെ മറികടക്കാനുമുള്ള അവയുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു. 3 മുതൽ 5 വർഷം വരെ മാത്രമേ ഒരു ആൺസിംഹം പ്രൈഡിന്റെ തലവനായി തുടരുകയുള്ളൂ. പുതിയൊരു സിംഹം ഒരു പ്രൈഡ് ഏറ്റെടുക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആൺസിംഹത്തിന്റെ തലമുറ തുടരാതിരിക്കുവാൻ നിലവിലുള്ള കുഞ്ഞുങ്ങളെ അവ പലപ്പോഴും കൊല്ലാറുണ്ട്. ജനനം മുതൽ മരണം വരെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഓരോ ആൺസിംഹത്തിന്റെയും ജീവിതം. കുറെ നേരത്തെ ശ്രമത്തിനു ശേഷം തന്റെ ഇരയെ ഒരു ചെറിയ കുറ്റിക്കാടിന്റെ അടുത്തേക്ക് എത്തിച്ചു. കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഭക്ഷണം മറ്റുള്ളവർ തട്ടിക്കൊണ്ടുപോകാതെ നോക്കേണ്ടത് ഇനി തന്റെ ഉത്തരവാദിത്തമാണ്. ഇനി കുറച്ച് വിശ്രമിച്ചതിന് ശേഷമാകാം ഭക്ഷണം എന്ന് അവൻ തീരുമാനിച്ചു. നേരത്തെ കണ്ട സിംഹക്കൂട്ടത്തിന്റെ കഥകൾ തേടി ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടർന്നു. ഗ്രേറ്റ് മൈഗ്രേഷൻ നടക്കുന്ന സമയമാണിത്. ആയിരക്കണക്കിന് വിൽബീസ്റ്റുകളും സീബ്രകളും അതിരാവിലെ തന്നെ അവരുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. 1.5 ദശലക്ഷത്തിലധികം മൃഗങ്ങളുടെ കുടിയേറ്റം നടക്കുന്ന ഭൂമിയിലെ ഏറ്റവും മനോഹരമായ വന്യജീവി സംഭവങ്ങളിൽ ഒന്നായ ഗ്രേറ്റ് മൈഗ്രേഷന്റെ വിശദമായ കാഴ്ചകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ എരുമ എന്നും അറിയപ്പെടുന്ന കേപ്പ് എരുമ ആഫ്രിക്കയിലെ കാടുകളിൽ കാണുന്ന വലുതും ശക്തവുമായ ഒരു കന്നുകാലി വർഗമാണ്. ഇവരാണ് യഥാർത്ഥ കാട്ടുപോത്തുകൾ. വ്യത്യസ്തമായ കൊമ്പുകൾ, കരുത്തുറ്റ ശരീരഘടന, ചുവപ്പ് കലർന്ന തവിട്ടു നിറത്തിലുള്ള രോമം എന്നിവയുള്ള ഇവ നമ്മുടെ വനങ്ങളിൽ കാണുന്ന കാട്ടി അല്ലെങ്കിൽ ഗൗർ എന്നിവയിൽ നിന്നും വ്യത്യസ്തമാണ്. സാവന്നകൾ, പുൽമേടുകൾ, വനപ്രദേശങ്ങൾ എന്നിവയിൽ വസിക്കുന്ന ഈ സസ്യപ്പൂക്കുകൾ പലപ്പോഴും സങ്കീർണമായ സാമൂഹിക ഘടനയുള്ള വലിയ കൂട്ടങ്ങളായി ജീവിക്കുന്നു. കുട്ടികൾക്കോ കൂട്ടത്തിനോ ഭീഷണി നേടുമ്പോൾ അക്രമാസക്തമാകുന്ന ഇവ ആഫ്രിക്കയിലെ ഏറ്റവും അപകടകാരികളായ മൃഗങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. രാവിലെ കണ്ട പ്രൈഡ് അടുത്തു തന്നെ ഉണ്ടായിരുന്നു. ഇവരും ഒരു വിൽഡ് ബീസ്റ്റിനെ വേട്ടയാടിയിട്ടുണ്ട്. രാവിലെ കണ്ടതിനേക്കാളിലും കൂടുതൽ സിംഹങ്ങൾ ഇവിടെയുണ്ട്. വേട്ടയാടൽ കഴിഞ്ഞിട്ട് കുറച്ചു നേരമായെന്ന് തോന്നുന്നു. ചിലരൊക്കെ ഇപ്പോഴും ഭക്ഷണം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളായ കുറച്ച് സിംഹങ്ങൾ വയറൊക്കെ നിറച്ചതിനു ശേഷം കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കുറച്ച് ഹൈനകളും കുറുക്കന്മാരും വല്ലതും തടയുമോ എന്ന് നോക്കി ചുറ്റും കൂടിയിട്ടുണ്ട്. ഇത് ബ്ലാക്ക് റോക്ക് എന്ന പ്രൈഡ് ആണെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. പക്ഷേ എന്റെ അറിവ് ബ്ലാക്ക് റോക്ക് ആൺസിംഹങ്ങളുടെ ഒരു കോയലിഷൻ ആണെന്നാണ്. ഒരു കോയലിഷനിൽ സാധാരണയായി പെൺസിംഹങ്ങളെ കാണാറില്ല. ഇവിടെ ആൺസിംഹങ്ങളെ ഒന്നും കാണാനുമില്ല. ആകെപ്പാടെ കൺഫ്യൂഷനായി. അഥവാ ഇവിടെ ആൺസിംഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ തീറ്റ കഴിഞ്ഞ് എവിടെയെങ്കിലും വിശ്രമിക്കുകയായിരിക്കും. അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തരണേ. ഇവൾക്ക് വിൽബീസ്റ്റിന്റെ തലയാണ് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു. കുറെ നേരമായി തലയിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചുകൊണ്ട് കക്ഷി ഭക്ഷണം നല്ലതുപോലെ ആസ്വദിക്കുകയാണ്.
കഴുതപ്പുലികളുടെ സാന്നിധ്യം അവർക്കൊരു ശല്യമാണ്. ചിലരൊക്കെ അവയെ ആട്ടിപ്പായിക്കുന്നുണ്ട്. എന്നാലും കുറച്ചു കഴിയുമ്പോൾ അവ പിന്നെയും നാണം കെട്ടടുത്തു വരും. ഇവിടെ സിംഹങ്ങളുടെ എണ്ണം കൂടുതലാണ്. അല്ലെങ്കിൽ കഴുതപ്പുലികൾ അവരുടെ തനി സ്വഭാവം കാണിക്കുമായിരുന്നു. തിരിച്ച് ഉപദ്രവിക്കുമെന്ന് അറിയാമെങ്കിലും തീറ്റയ്ക്ക് വേണ്ടി സിംഹങ്ങളെ ആക്രമിക്കാൻ ഇവയ്ക്കൊരു പേടിയുമില്ല. കിട്ടിയതാകട്ടെ എന്നാണ് പുള്ളിയുടെ വിചാരം. മാംസം തിന്നു തീർന്ന ഒരു എല്ലും കഷണവുമായി മാറിപ്പോവുകയാണ് ആശാൻ. ഒന്നുമില്ലാത്തതിൽ ഭേദമാണല്ലോ. വേറൊരാൾക്ക് കുറച്ച് എല്ലിൻകൂട്ടങ്ങളാണ് കിട്ടിയത്. ഇന്ന് കാര്യമായി ഒന്നും തടയുന്ന ലക്ഷണമില്ല. സിംഹങ്ങൾ അടുത്തോട്ടൊട്ട് അടുപ്പിക്കുന്നുമില്ല. എന്നാൽ പിന്നെ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുക, അതാണ് ബുദ്ധി. ചില സിംഹങ്ങളുടെയും കഴുതപ്പുലികളുടെയും കഴുത്തിൽ കോളറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? മൃഗങ്ങളുടെ ചലനങ്ങൾ, ആവാസ വ്യവസ്ഥയുടെ ഉപയോഗം, അവയുടെ പെരുമാറ്റം എന്നിവ ട്രാക്ക് ചെയ്യുന്നതിനായി ഘടിപ്പിച്ചിരിക്കുന്ന GPS, സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ എന്നിവയുള്ള കോളറുകളാണ് ഇവ. സംയോജിത ക്യാമറ ട്രാപ്പുകളും കോളറുകളും ഉപയോഗിക്കുന്നതിലൂടെ ഗവേഷകർക്ക് മൃഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് കൂടുതൽ കൃത്യവും സമഗ്രവുമായ ഡേറ്റ ശേഖരിക്കാൻ കഴിയും. ചിലരൊന്നും ഇതുവരെ തീറ്റ കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹം ഇപ്പോഴും തലയുമായി മത്സരത്തിലാണ്. മറ്റു ചിലർ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. വേറെ ചിലർ പ്രൈഡിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് ചുറ്റിനും നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് കുറച്ച് കുറുക്കന്മാരും വന്നു ചേർന്നിട്ടുണ്ട്. ഗ്രേറ്റ് മൈഗ്രേഷൻ ഇവർക്ക് സമൃദ്ധിയുടെ കാലമാണ്. തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നഷ്ടപ്പെട്ട ഒരാളെയും ഓർത്ത് കുറെ വിൽഡ് ബീസ്റ്റുകൾ അകലെയായി ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ ആ വിരുന്ന് നടക്കുകയാണ്. അതിനിടയ്ക്ക് തമ്മിലുള്ള ചില പിണക്കങ്ങളും സ്നേഹപ്രകടനങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇക്കൂട്ടത്തിൽ കുറച്ച് ബിരുദന്മാരും ഉണ്ട് കേട്ടോ. കൊന്നിട്ടിരിക്കുന്ന മൃഗത്തിന്റെ വാലുമായി നടക്കുന്ന ഈ ചെറിയ സിംഹത്തെ കണ്ടോ? താനാണ് കൊല നടത്തിയത് എന്ന ഭാവത്തിലാണ് ആശാന്റെ നടത്തം. പുള്ളി ആരെയും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. അമ്മയും സഹോദരങ്ങളും കൂടെ ഉള്ളതിന്റെ ധൈര്യമാണ് പുള്ളിയുടെ മുഖത്ത്. വേറൊരാൾ കഴിച്ചു തീർത്ത തലയുമായി എങ്ങോട്ടോ പോവുകയാണ്. ഇനി ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. ആഫ്രിക്ക, ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മാംസഭോജികളായ സസ്തനികളാണ് ഹൈന അല്ലെങ്കിൽ കഴുതപ്പുലികൾ. 4 ഇനങ്ങളുള്ള ഇവയിൽ കാണുന്ന പുള്ളികളുള്ള കഴുതപ്പുലിയാണ് ഏറ്റവും വലിപ്പമുള്ളതും കൂടുതലായി കാണപ്പെടുന്നവയും. പലപ്പോഴും അവസരം നോക്കി മറ്റുള്ളവരുടെ ഭക്ഷണം തട്ടിയെടുക്കുന്നവയാണെങ്കിലും ഏകോപിതമായ തന്ത്രങ്ങൾ ഉപയോഗിച്ച് വലിയ ഇരകളെ പിടിക്കാൻ ഇവ മിടുക്കരാണ്. 80 എണ്ണം വരെയുള്ള കൂട്ടങ്ങളായി ഇവയെ കാണാറുണ്ട്. പെൺ കഴുതപ്പുലികളാണ് ഈ കൂട്ടത്തിലെ ഡോമിനന്റ് ആയ നേതാവ്. കഴുതപ്പുലികൾക്ക് ശക്തമായ താടിയെല്ലുകളും അസ്ഥികളും ഉൾപ്പെടെ ഏതാണ്ട് എന്തും തകർക്കാൻ കഴിയുന്ന ഒരു ദഹന വ്യവസ്ഥയുമുണ്ട്. പലപ്പോഴും ഇവയെ നെഗറ്റീവായി ചിത്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ശവശരീരങ്ങൾ വൃത്തിയാക്കുന്നതിലൂടെയും ഇരകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിലൂടെയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ കഴുതപ്പുലികൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇവരുടെ ഐക്കണിക്കായ കളിയാക്കുന്നത് പോലെയുള്ള ചിരിക്കുന്ന ശബ്ദം പ്രശസ്തമാണ്. കുറച്ച് സിംഹങ്ങൾ എന്തോ സിഗ്നൽ കിട്ടിയതുപോലെ ഇവിടെ നിന്നും നീങ്ങുന്നുണ്ട്. കൂട്ടത്തിൽ പ്രായം കൂടിയ സിംഹങ്ങൾ പ്രതികരിക്കുന്നുമുണ്ട്. അടുത്ത ഹണ്ടിങ്ങിനുള്ള ഒരുക്കമാണോ എന്നറിയില്ല. ഏതായാലും ഇനി ഒരു ഹണ്ടിങ് കൂടെ കാണാൻ സമയമില്ലാത്തതിനാൽ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമാണ്. ഞങ്ങളുടെ ഡ്രൈവറായ 2 Awesome മസായിയുടെ മാനേജിംഗ് പാർട്ണറായ ഡേവിഡിനെ പരിചയപ്പെടാം. Morning, David. How are you? This is our David. Yeah. So, I'm a partner and a manager of 2 Awesome Masai. So, you are highly welcome to Masai Mara. Feel at home away from home. You guys wanted to visit to Masai Mara? Look at us. You get us website and Instagram. We'll see you soon. Thank you. കുറച്ചകലെയായി ഒരു ആനക്കൂട്ടം നടന്നു പോകുന്നുണ്ട്. 10ഓളം ആനകളുള്ള ഒരു കൂട്ടമാണത്. കുട്ടിയാനയുടെ കളികൾ കാണാൻ നല്ല രസമാണ്. എല്ലാ ആനകൾക്കും കൊമ്പുള്ളത് കൊണ്ട് ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷികളാണ് ഒട്ടകപ്പക്ഷികൾ. 10 അടി വരെ ഉയരവും 156 കിലോഗ്രാം വരെ ഭാരവും ഇവയ്ക്കുണ്ട്. നീളമുള്ളതും ശക്തവുമായ മൂർച്ചയുള്ള നഖങ്ങളോട് കൂടിയ കാലുകളുള്ള ഇവ പുൽമേടുകളിലും സാവന്നകളിലുമാണ് വസിക്കുന്നത്. പുല്ലുകൾ, വിത്തുകൾ, പ്രാണികൾ എന്നിവയൊക്കെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ചെറിയ ഗ്രൂപ്പുകളായി ജീവിക്കുന്ന ഇവയെ നയിക്കുന്നത് ഒരു ഡോമിനന്റായ ആൺപക്ഷിയും പെൺപക്ഷിയുമായിരിക്കും. അവിശ്വസനീയമാമിതം വേഗതയുള്ള ഒട്ടകപ്പക്ഷികൾക്ക് മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാൻ സാധിക്കും. 40-50 വർഷം വരെ ജീവിക്കാൻ കഴിയുന്ന
അവയുടെ ശക്തമായ കാലുകൾക്ക് സിംഹങ്ങൾ, കഴുതപ്പുലികൾ തുടങ്ങിയവയെ തൊഴിച്ചു കൊല്ലാനുള്ള ശക്തിയുണ്ട്. പുലിയുടെ സൈറ്റിംഗ് ഉണ്ടെന്നുള്ള മെസ്സേജ് വന്നു. ഇന്നലെ നമ്മൾ പുലിയെ കണ്ട അതേ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇന്നലെ കണ്ട ലുലുക്ക എന്ന പുള്ളിപ്പുലിയാണിത്. അവളുടെ കുട്ടികളെ ഈ പ്രദേശത്തേക്ക് മാറ്റിയെന്നാണ് തോന്നുന്നത്. മാരിയിലെ കാലാവസ്ഥ അപ്രതീക്ഷിതമായി മാറിയേക്കാം. പെട്ടെന്നാണ് മേഘങ്ങൾ തടിച്ചുകൂടുകയും കാറ്റും മഴയും ഉണ്ടായതും. അതുകൊണ്ടാണ് ക്യാമറ ഷേക്ക് ധാരാളമായി ഉണ്ടാകുന്നത്. മസായി മാരയിലെ ധീരയും സാഹസികത ഇഷ്ടപ്പെടുന്നവളുമായ അറിയപ്പെടുന്ന ഒരു പുള്ളിപ്പുലിയാണ് ലുലുക്ക. പ്രശസ്തമായ മാർഷ് പ്രൈഡിന്റെ ഭാഗമായിരുന്ന ടാറ്റു എന്ന പെൺ പുള്ളിപ്പുലിയുടെ മകളായി 2016 അവൾ ജനിച്ചത്. മറ്റു പുള്ളിപ്പുലികളിൽ നിന്ന് ലുലുക്കയെ വ്യത്യസ്തയാക്കുന്നത് അവളുടെ മാത്രമായ റോസറ്റ് അടയാളങ്ങളുള്ള രോമക്കുപ്പായമാണ്. ലുലുക്കയ്ക്ക് നിരവധി കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയായ ശേഷം വേറിട്ടുപോയ അവളുടെ മകൾ ജിൽമി ഇപ്പോൾ അവളുടെ എതിരാളിയാണ്. ക്ഷമയ്ക്കും കരുതലിനും പേര് കേട്ട ലുലുക്കയ്ക്ക് ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട 2 കുട്ടികളുണ്ട്. പുള്ളിപ്പുലി കുഞ്ഞുങ്ങൾ ഏകദേശം 2 വയസ്സുവരെ അമ്മയോടൊപ്പം തുടരുന്നു. വേട്ടയാടാനും തീറ്റ കണ്ടെത്താനും കാട്ടിൽ അതിജീവിക്കാനും ആവശ്യമായ എല്ലാ കഴിവുകളും അവർ പഠിക്കുന്ന ഒരു നീണ്ട നിർണായക കാലഘട്ടമാണിത്. പലപ്പോഴും ഇര തേടി തുറസായ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ലുലുക്കയുടെ ധീരവും സാഹസികവുമായ സ്വഭാവം വെളിപ്പെടുത്തുന്നു. എന്തോ ഉദ്ദേശിച്ചുകൊണ്ട് വളരെ ഗൗരവത്തിലാണ് അവളുടെ നടത്തം. 4 ചുറ്റും സഫാരി വാഹനങ്ങളുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. അവളുടെ പുറകെയാണ് എല്ലാ വാഹനങ്ങളും. അത് അവളുടെ ലക്ഷ്യസ്ഥാനത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. കുറെ നേരം ലുലുക്കയുടെ പലതരത്തിലുള്ള ചലനങ്ങളും കണ്ടുകൊണ്ട് ഞങ്ങൾ അവളുടെ പുറകെ നടന്നു. അവൾക്കറിയാം ഈ മനുഷ്യർ അവളുടെ പ്ലാൻ നടത്താൻ സമ്മതിക്കുകയില്ല എന്ന്. അതുകൊണ്ട് അവൾ പതിയെ കാടിനുള്ളിലേക്ക് വലിഞ്ഞു. ഇവിടെ കുറച്ച് ആഫ്രിക്കൻ സേക്രഡ് ഐബിസ് പക്ഷികൾ എന്തോ കാര്യമായി വെള്ളത്തിൽ തപ്പുന്നുണ്ട്. സവിശേഷമായ വെള്ളയും കറുപ്പും നിറത്തിലുള്ള തൂവലുകൾ, വ്യത്യസ്തമായ കറുത്ത തല, നീണ്ട വളഞ്ഞ കൊക്ക് എന്നിവയൊക്കെ ഇവയുടെ പ്രത്യേകതകളാണ്. പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ഒരു വിശുദ്ധ പക്ഷിയായി ബഹുമാനിച്ചിരുന്ന ഇവ വലിയ കോളനികളിൽ വസിക്കുന്ന സാമൂഹിക പക്ഷികളാണ്. സന്ധ്യയാകാറായി. ഞങ്ങളുടെ സഫാരിയുടെ സമയവും തീരാറായി. ഇവിടെ കുറച്ച് ജിറാഫുകൾ മേയുന്നുണ്ട്. അമ്മയും കുഞ്ഞുങ്ങളുമാണ്. കുട്ടിക്ക് ആവശ്യമുള്ള പാൽ നൽകാൻ അമ്മയ്ക്ക് ക്ഷമയില്ല. ചിലപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടാകാം. ജിറാഫുകളുടെ ശബ്ദനാളികൾ മറ്റു മൃഗങ്ങളെപ്പോലെ വികസിച്ചതല്ല എന്ന് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് തന്നെ അവയ്ക്ക് വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഞങ്ങളുടെ മടക്കയാത്രയിൽ കിട്ടിയ ഒരു കാഴ്ചയാണിത്. ഒരു പെൺസിംഹവും അവളുടെ 3 കുട്ടികളുമാണ്. അമ്മ വിശ്രമിക്കുവാനായി കിടക്കുകയാണ്. എന്നാൽ ഏതൊക്കെ രീതിയിൽ അവളെ ശല്യപ്പെടുത്താമോ എന്ന് നോക്കുകയാണ് ആ 3 കുസൃതിക്കുട്ടികളും. എന്നാലും അവളാകട്ടെ അതെല്ലാം സഹിച്ചുകൊണ്ട് കിടക്കുകയാണ്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. കാട്ടിലൂടെയുള്ള എന്റെ സഫാരികളിൽ മൃഗങ്ങളുടെ പല പെരുമാറ്റ രീതികളും ഞാൻ നമ്മുടേതുമായി താരതമ്യം ചെയ്യാറുണ്ട്. കടുവകളുടെ ഗാംഭീര്യവും, സിംഹങ്ങളുടെ ആധിപത്യവും, ആനകളുടെ ശാന്തതയും, കഴുതപ്പുലികളുടെ കൗശല്യവും, മറ്റു മൃഗങ്ങളുടെ കുടുംബങ്ങളോടുള്ള കരുതലും, അങ്ങനെ പലതും നമുക്ക് നമ്മുടെ സമൂഹത്തിലും കാണാൻ സാധിക്കുന്നില്ലേ? നമ്മൾ മനുഷ്യർ എന്ന് വിവേകമുള്ള ഒരു ഗണത്തിൽ പെട്ടുപോയി എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ.
അവരങ്ങനെ കളികൾ തുടരുകയാണ്. സമയം അതിക്രമിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ ക്യാമ്പിലേക്ക് മടങ്ങുകയാണ്. ബിഗ് 5കളിൽ കാണ്ടാമൃഗത്തെ ഒഴിച്ച് മറ്റ് 4 കണ്ട ദിവസമായിരുന്നു ഇന്ന്. നാളത്തെ സഫാരിയിൽ കാണ്ടാമൃഗമാണ് പ്രധാന ലക്ഷ്യം. കൂടുതൽ കാഴ്ചകൾക്കായി അടുത്ത ശനിയാഴ്ച വരെ കാത്തിരിക്കുക.